എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യയുടെ പാർലമെൻറ്റിൽ കുറുക്കനെ പോലെ കൂവുകയും തൻ്റെ കൂടെയുള്ള കോൺഗ്രസ് എംപിമാരോട് കൂവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ അങ്ങേയറ്റം അശ്ലീലമായിട്ടുള്ള ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾ നമ്മുടെ മുന്നിൽ കാണിച്ചു തരില്ല. അവർ 1 മണിക്കൂറും 43 മിനിറ്റോളവും രാഹുൽ ഗാന്ധി എണീറ്റ് നിന്ന് പ്രസംഗിച്ചെന്നും രാഹുൽ തീയാളിയെന്നും ആഞ്ഞടിച്ചെന്നും മോദി വെള്ളം കുടിച്ചെന്നും BJPയെ നക്ഷത്രം എണ്ണിച്ചെന്നും അതേപോലെ തന്നെ നന്ദി രാഹുൽ എന്ന് വരെ അച്ചു നിർത്തുന്ന പത്രങ്ങൾ ഇവിടെയുണ്ട്. നോക്കൂ, അത് മാതൃഭൂമി പത്രമാണ്. അത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പത്രമൊന്നുമല്ല എന്ന് ഓർക്കുക. നിഷ്പക്ഷ പത്രം എന്ന് നമ്മൾ വിചാരിക്കുന്ന ആ പത്രത്തിൽ അച്ചടിച്ചു വന്ന വാർത്തയാണ് നന്ദി രാഹുൽ എന്ന്. എന്തിനാണ് നന്ദി? 4 കാര്യങ്ങൾ രാഹുൽ ഗാന്ധി അവിടെ ആരോപണമായിട്ട് ഉന്നയിച്ചു. ആ 4 പൊളിഞ്ഞു. അതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം അഗ്നിവീർ ആയിട്ട് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സേവനമനുഷ്ഠിക്കുന്ന ഒരു സൈനികൻ മരണപ്പെട്ടാൽ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടാൽ ഒന്നും കൊടുക്കില്ല എന്നുള്ള പച്ചക്കള്ളം പറഞ്ഞു. പക്ഷേ നേരത്തോട് നേരെ ആവുന്നതിന് മുമ്പേ അങ്ങനെ കിട്ടിയ ഒരു സൈനികൻ്റെ മാതാപിതാക്കൾ തന്നെ വന്ന് പറഞ്ഞു 1,08,00,000 രൂപ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു എന്ന് പറഞ്ഞു സർക്കാരിൻ്റെതായിട്ട്. അത് മണിക്കൂർ വെച്ച് അതേ പത്രം തന്നെ തിരുത്തി കൊടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇവിടെ ഈ മലയാളത്തിൽ ഹിന്ദി അറിയാത്ത ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ 43 മിനിറ്റ് നേരം നിന്ന് രാഹുൽ ഗാന്ധി തീയാളി എന്ന് പറയും. എന്താണ് തീയാളിയത്? നട്ടാ കുറുക്കാത്ത പച്ചക്കള്ളങ്ങളാണ് അയാൾ അവിടെ പറഞ്ഞത് മൊത്തം. ഓരോ വകുപ്പിലെയും മന്ത്രിമാർ എണീറ്റ് നിന്ന് അതാത് സമയം അതിനെ ഖണ്ഡിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ അനുരാഗ് ഠാക്കൂർ സിംഗ് എന്ന മന്ത്രി, കേന്ദ്രമന്ത്രി, ഒരൊറ്റ ചോദ്യം ചോദിച്ചപ്പോൾ ചൂളിയിരുന്നു പോകുന്ന രാഹുൽ ഗാന്ധിയെ നമ്മൾ കണ്ടു. 24 മണിക്കൂറും ഇന്ത്യയുടെ ഭരണഘടനയും പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന നിങ്ങൾക്ക് അതിലെത്ര പേജുണ്ട് എന്നറിയാമോ എന്ന ഒറ്റ ചോദ്യത്തിൽ എളിഫനായിരിക്കുന്ന രാഹുൽ ഗാന്ധിയെ നമ്മൾ കണ്ടു. അയാൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്, പക്ഷേ അതിലെത്ര പേജുണ്ടോ എന്ന് പോലും അയാൾക്കറിയില്ല. അയാൾ ശരിക്കും അത് തുറന്ന് വായിച്ചിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആദ്യം അയാൾ കൈ ചൂണ്ടുക അയാളുടെ മുത്തശ്ശിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ നേരെയാണ്. ഈ ചരിത്രമെല്ലാം മറന്നുകൊണ്ട് ഇപ്പോൾ നിന്ന് അഭ്യാസം കാണിക്കുമ്പോൾ ഇവിടെ ഹിന്ദി അറിയാത്ത ഒരു ജനതയെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളെല്ലാം വാശിക്ക് അച്ചു നിർത്തുകയാണ്. അതിൽ മനോരമയും മാതൃഭൂമിയും അടക്കമുള്ളവർ. പക്ഷേ ദോഷം പറയരുതല്ലോ, ദേശാഭിമാനി മാത്രം അത്തരം വാർത്തയൊന്നും അവരുടെ ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടില്ല എന്ന് കാണാം. എന്തിനാണ്, ആരെ പറ്റിക്കാനാണ് ഈ മലയാളത്തിലെ മാധ്യമങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നത് എന്ന് അറിയില്ല. ഇവിടെ അതായത് ഈ മലയാളികൾ വോട്ട് ചെയ്യുന്നതല്ല ഇന്ത്യയുടെ ഭാഗധേയെ നിർണ്ണയിക്കുക എന്ന് 2014 മുതൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനിയും എന്നേ ചോദിക്കാനുള്ളൂ. 2014-ലും 2019-ലും ഈ 2024-ലുമൊക്കെ ഇവിടെ നിന്നുള്ള ഒരു ഇന്ത്യ മുന്നണിയുടെയും ഒരു കോൺഗ്രസ് എംപിയുടെയും അല്ലെങ്കിൽ ഒരു ലീഗിൻ്റെ എംപിയുടെയും പിന്തുണയോടെയല്ല നരേന്ദ്രമോദി അവിടെ ഭരിക്കുന്നത്. കേരളത്തിൽ നിന്ന് ഒരു പഞ്ചായത്ത് മെമ്പറുടെ പിന്തുണ പോലും ഇല്ലെങ്കിലും ഭരിക്കാൻ അറിയാമെന്ന് കഴിഞ്ഞ 10 തവണയും കാണിച്ചു കൊടുത്തതാണ് നരേന്ദ്രമോദി. ആ മോദിയുടെ ഇരിക്കലാണ് ഇവർ അഭ്യാസം കൊണ്ട് ചെല്ലുന്നത്. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. അത് ജൂൺ 9-ാം തീയതി തന്നെ ഞാൻ മറ്റൊരു പോസ്റ്റായിട്ട് ഇട്ടിരുന്നൊരു വാചകമാണ്. ഏതാണ്ട് സമാനമായിട്ടുള്ള കാര്യം തന്നെ നരേന്ദ്രമോദി പാർലമെൻറ്റിൽ പറയുന്നത് കാണാൻ സാധിച്ചു കഴിഞ്ഞ ദിവസം. നിങ്ങൾക്ക് കിട്ടിയത് 100-ൽ 99 സീറ്റല്ല, മറിച്ച് അത് 543-ൽ നിന്ന് വെറും 99 എന്ന് മനസ്സിലാക്കണം. ജനവിധി നിങ്ങൾ അംഗീകരിക്കണം എന്ന് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും മുഖത്ത് നോക്കി പറഞ്ഞു. ഓർത്തു നോക്കുക, അവർ വിചാരിച്ചിരിക്കുന്നത് 99 സീറ്റ് അവർക്ക് കിട്ടിയത് 100-ലാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ആ പാവങ്ങൾ. ഇവിടെ കേരള നിയമസഭയിലേക്ക് നോക്കുക, 140 MLA-മാരാണ്. അതിൽ 99 എണ്ണം ഇടതുപക്ഷത്തിലാണ്, ബാക്കി 41 മാത്രമാണ് UDF-നുള്ളത്. അപ്പോഴും 4-1-ൽ കൂടുതലുണ്ട് എന്ന് ഓർക്കുക. അപ്പോഴും അത്ര പോലുമില്ല. ഈ കേരള നിയമസഭയിൽ UDF പിടിച്ചിട്ടുള്ള അത്രയും സീറ്റ് പോലും ഇന്ത്യ മുന്നണി അഥവാ കോൺഗ്രസ് പാർലമെൻറ്റിൽ പിടിച്ചിട്ടില്ല എന്നവർക്ക്. 5-1 സീറ്റ് പോലും അവർക്കില്ല അവിടെ. എന്നിട്ട് എന്ത് കണ്ടിട്ടാണ് ഈ നെകളിപ്പ് എന്ന് മനസ്സിലാവുന്നില്ല. അതും കേരളത്തിൽ നിയമസഭയിൽ MM മണിയും അതേപോലെ തന്നെ V ശിവൻകുട്ടി പോലും ചെയ്യാൻ മടിക്കുന്ന കുറുക്കനെ പോലെ കൂവുക, ഓരിയിടുക. എന്നിട്ട് അങ്ങനെ കൂവാനും ഓരിയിടാനും തൻ്റെ കൂടെയുള്ള കോൺഗ്രസ് MPമാരെ പ്രേരിപ്പിക്കുകയും കൂടെ ചെയ്യുന്ന അങ്ങേയറ്റം അശ്ലീലകരമായിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള ഒരു കാഴ്ച കൂടി പാർലമെൻറ്റിൽ കാണാൻ സാധിച്ചു. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ അതൊന്നും നമ്മളെ കാണിച്ചില്ല. പക്ഷേ നമ്മളൊക്കെ വെറുതെ ഇരിക്കുകയല്ലോ, ഇത് കാണിക്കുക തന്നെ ചെയ്യും.